ഇനി മൗലവിയുടെ ഒരു വെല്ലുവിളിയുണ്ട്, അത് കേൾപ്പിച്ചിട്ട് അതിന്റെ മറുപടി പറയുന്നു. കഴിഞ്ഞ വലിയ പെരുന്നാളിന് നമ്മളിവിടെ വിതരണം ചെയ്ത ഒരു ഫോട്ടോസ്റ്റാറ്റ് മുജാഹിദുകളുടെ ഉമർ മൗലവിന്റെ മാലുണ്ട്, അതുപോലെ കോണകം കെട്ടിയിട്ട് പള്ളിയിൽ പോകാന്ന് പറഞ്ഞ വാചകമുണ്ട്, മുജാഹിദുകൾ പലിശ കിട്ടാൻ വേണ്ടി കോടതിയിൽ പോയ സംഭവം ഉണ്ട്, അതുപോലെ നോമ്പിന് സുബഹി ആയാലും ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ അവരുടെ പത്രത്തിന്റെ ഫോട്ടോ കോപ്പിയുണ്ട്. എന്നാൽ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ ഖുറാഫികൾ പറയുന്നത് പോലെ വായിൽ ഉള്ളത് തുപ്പിക്കളയുകയോ ചാടി എഴുന്നേൽക്കുകയോ ചെയ്യേണ്ടതില്ല. അതുപോലെ നോമ്പിന്റെ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നാളെ പെരുന്നാളല്ല എന്ന് കരുതലാണ് എന്ന് പറഞ്ഞതുണ്ട്. നോമ്പിന്റെ നിയ്യത്തിയാറില്ലല്ലോ, അതിന് പറഞ്ഞു ഇങ്ങനെയാണ്, ഒരാൾ നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നാളെ പെരുന്നാളല്ല എന്ന് ഉറപ്പുണ്ടാവുകയും നാളെ നോമ്പ് ഉപേക്ഷിക്കണമെന്ന് പ്രത്യേക തീരുമാനം ഇല്ലാതിരിക്കുകയും ചെയ്താൽ രാത്രിയിൽ തന്നെ അവന് നിയ്യത്തുണ്ടായി കഴിഞ്ഞു. ഇതിനാണ് നിയ്യത്ത് എന്ന് പറയാം. ഇത് അതിന്റെ കോപ്പി. അങ്ങനെ തുടങ്ങി പല സംഗതികളുണ്ട്. ഉമർ മൗലവി ഖുർആൻ പരിഭാഷയിൽ ആയത്തിന്റെ അർത്ഥം കട്ടത്, അമാനി മൗലവി കക്കാതെ കൊടുത്തത്, അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹ്ക്ക് ഭയപ്പെടാത്ത ആളാണ് എന്ന് പറഞ്ഞത്, അതുപോലെ മുഹമ്മദ് നബിക്ക് സലാത്ത് ചെല്ലുന്നത് നബിക്ക് പരലോക രക്ഷ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞത്, അതെല്ലാം ഈ ഫോട്ടോ കോപ്പിയിലുണ്ട്. സഹോദരന്മാരെ, ഇനി പറയാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ വെല്ലുവിളിയാണ്. അദ്ദേഹം വെല്ലുവിളിക്കുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം വിദേശത്ത് വെച്ച് പ്രസംഗിച്ച പ്രസംഗത്തിൽ ഞാൻ പ്രസംഗത്തിന്റെ ഒരു ഭാഗം കട്ടുകളഞ്ഞു എന്ന് അയാൾ പറയും. ഞാൻ കട്ടതല്ല, അതിവിടെ കാണിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കാണിച്ചിട്ടില്ല, എനിക്കത് കക്കേണ്ട യാതൊരു ആവശ്യമില്ല. അയാൾ പറയുന്നത് ഞാൻ പെണ്ണുങ്ങളെ ഇസ്ലാമിക വേഷം ധരിക്കണമെന്നാ പറഞ്ഞത്, ആണുങ്ങളെ പറ്റിയല്ല. എന്നാ പുരുഷന്മാരും നബി പഠിപ്പിച്ചതുപോലെ ചെയ്തു, സ്ത്രീകളും ചെയ്തു എന്ന് പറഞ്ഞാണ് അയാൾ തുടങ്ങുന്നത്. അപ്പൊ പെണ്ണുങ്ങളുടെ കാര്യം ഞാൻ പറയാതിരുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾ മുഖവും മുങ്കയും ഒഴിച്ചു മറക്കണം എന്ന് പറയുന്ന മുജാഹിദിന്റെ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ് എടുത്തു, സ്ത്രീകൾ ആ നിലക്ക് മറച്ചു എന്നാണ് അദ്ദേഹം ദുബായിൽ വെച്ച് പറഞ്ഞത്. അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ മൗലവിയാണ് കൊണ്ടുവന്ന് കാണിക്കേണ്ടത്. മുങ്കയും മുഖവും ഒഴിച്ചു മറക്കണം സ്ത്രീകൾ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ അതാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. മൗലവി വെറുതെ സാധാരണ ആൾക്കാർ പറയും പോലെ അകത്തെടുക്കുന്ന മഴ കൊണ്ടുവന്ന് കാലും വെലിട്ടു എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ചോദ്യവും കൂടി എന്നോട് ചോദിപ്പിക്കാനാണ് മൗലവി വെല്ലുവിളി നടത്തിയത്. ആ വെല്ലുവിളി നിങ്ങൾ കേട്ടോളൂ, എന്നിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് തീർത്തും നിങ്ങൾക്ക് കേൾപ്പിച്ചും തരാം. ബക്ക് സൗണ്ട് വേണം. മുറിച്ചതല്ലേ ഇയാള്, കട്ടതല്ലേ ഇയാൾ എന്നാ ചോദിക്കുന്നു. എന്തവിടെന്ന് പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാക്കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം, മുൻകൈയും മുഖവുമൊഴികെ എല്ലാ ഭാഗങ്ങളും മറച്ചുകൊണ്ട് പെണ്ണ് പുറത്തേക്ക് ഇറങ്ങാവൂ എന്ന ഇസ്ലാമിന്റെ വേഷത്തെ സംബന്ധിച്ച് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഒരൊറ്റ തവണയെന്ന് ക്ലാസ് കൊടുത്തപ്പോഴേക്ക് മജ്‌ലിസിൽ ക്ലാസ് കേൾക്കാൻ വന്ന സർവ്വ സഹാബാ പെണ്ണുങ്ങളും ഇസ്ലാമിന്റെ വേഷം ധരിച്ചുകൊണ്ടാണ് അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയതെന്ന് ചരിത്രത്തിൽ കാണാം. കണ്ടോ? റസൂലുള്ളാഹിയുടെ സദസ്സിൽ ക്ലാസ് വെക്കാൻ വന്നവരോട് നബി പറഞ്ഞു മുങ്കയും മുഖവും ഒഴിച്ച് മറക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു? മുങ്കയും മുഖവും അങ്ങോട്ടും ഒഴിവാക്കി കളഞ്ഞു. എന്നിട്ട് ഇസ്ലാമിന്റെ വേഷം ആക്കിയിട്ട് പോയിന വന്ന ആളുകൾ. ഇങ്ങനെ മുങ്കയും മുഖവും ഒഴിച്ച് മറക്കണം എന്ന് നബി പറയുകയും എന്നിട്ട് ആ ക്ലാസ്സിൽ സ്ത്രീകൾ മുങ്കയും മുഖവും ഒഴിച്ചു മറച്ച് മടക്കി പോവുകയും ചെയ്ത സംഭവം അത് ഏത് ഹദീസിന്റെ ഗ്രന്ഥത്തിലാണ് ഉള്ളത്? അത് മൗലവി വായിച്ച് ഇതുപോലെ CD-യിൽ അല്ല നിങ്ങളുടെ സ്ക്രീനിൽ വെച്ച് കാണിച്ചു തരണം എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനത് പോട്ടെ എന്ന് വിചാരിച്ച് ഒഴിവാക്കിയതാണ്. അദ്ദേഹത്തിന് നിർബന്ധമാണെങ്കിൽ അതും കൂടി കിടക്കട്ടെ ഒന്ന്. ഇനി ഇയാളെന്തിനാണ് വിദേശത്തുനിന്ന് തലമറച്ചത്? അത് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അയാൾ മറിച്ചത് ഇതൊരു കോലല്ലോ ഈ തലമറക്കാതെ സ്റ്റേജിൽ കയറുന്നതെന്ന് വിചാരിച്ചിട്ടാണ്, അറബികളൊക്കെ വരുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. ശരിയാ, ഞാൻ പറഞ്ഞു. പക്ഷെ അതേ പറയണേ, എനിക്ക് അറബികളുടെ മുമ്പിൽ അങ്ങനെ മറക്കൽ നിർബന്ധമൊന്നുമില്ല.
സുന്നത്താണ് വിചാരിച്ചിട്ട് മറച്ചതുമല്ല. ഒന്നുമില്ലെങ്കിൽ അയ്യൊരു സുന്നത്തും കിട്ടിയെന്ന് അന്നത്തെ സുന്നത്തും ഇല്ലാണ്ടാക്കി, അതിന്റെ നിജത്തും ഇല്ലാണ്ടായി. സുന്നത്താണ് വിചാരിച്ച് മറച്ചതുമല്ല. പിന്നെ എന്തിനാ മറച്ചത്? അയാൾ തന്നെ പറയുന്നത് അറബികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മറച്ചതാണ്. അതാണ് എനിക്ക് കേൾക്കാൻ പോകുന്നത്. അതെ, അറബികളുടെ സന്തോഷത്തിന് വേണ്ടിയാണെന്നല്ലേ പറഞ്ഞത്. അയാൾ തന്നെ പറയുന്നുണ്ട് എന്ത്, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി അല്ലാണ്ട് ഒരു പണിയും കൊടുക്കാൻ പാടില്ല. അത് വേറെ പറയുന്നു, ഇരിക്കട്ടെ. ഇനി നിങ്ങൾക്ക് പറയാൻ കാണിക്കാൻ പോകുന്നതേ നിങ്ങൾ മനസ്സിലാക്കണം. ഇയാൾ ഇതിനെ നേരിടാൻ ഇവിടെ എന്ത് ചെയ്യുന്നറിയോ? ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചല്ലോ, ഇവരുടെ മുഖാമുഖം പരിപാടികളിൽ ചില മുസ്ലിംമാര് തലേക്കെട്ടൊന്നുമില്ലാതെ പോയിട്ട് സംശയം ചോദിച്ചു. അതെന്തിനാ? ഇവരെ മുഖാമുഖം പരിപാടി ആദ്യം കോഴിക്കോട്ട് നടത്തി, ഞങ്ങൾ നടത്തിയത് കണ്ടിട്ട് അവർ നടത്തി. അന്ന് നമ്മുടെ കുറ്റ്യാടി റഷീദ് സഖാഫിനെ പോലെയുള്ള ആളുകൾ പോയി ചോദ്യം ചെയ്യാൻ ചോദിച്ചു. അപ്പൊ മുജാഹിദുകൾ അവരെ തല്ലാൻ നോക്കി, മുജാമാരെ തല്ലാൻ നോക്കി. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? ചില മുസ്ലിംമാര് ഇവരെ നാട്ടിലാണ് ഫിത്തന ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഈ ഫിത്തന ഇല്ലാതിരിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് ചില മുസ്ലിംമാര് തലേക്കെട്ടങ്ങ് ഒഴിവാക്കിയിട്ട് പോയിട്ട് ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചതാണ് ഇയാൾ കാര്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നത്. അപ്പൊ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ തലപ്പാവ് ധരിക്കാതെ അവരുടെ സദസ്സ് പോയി ചില മുസ്ലിംമാര് ചോദ്യം ചോദിച്ചത് വലിയൊരു തെറ്റായിട്ട് കാണിക്കുകയാണ്. അതിനെ സംബന്ധിച്ചാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. മൗലവിമാർക്ക് ചോദിക്കാൻ അധികാരമുണ്ടോ, പറയാൻ അധികാരമുണ്ടോ? കാരണം നിങ്ങൾ ഖുർആനും ഹദീസും സ്വീകരിക്കുന്നവരല്ലേ. ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നത് ഇല്ലേ? പോകട്ടെ, ചോദ്യം ചോദിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹി ഇസ്ലാം മനുഷ്യന്റെ രൂപത്തിൽ വന്നത്, ജിബ്രീലിന്റെ യഥാർത്ഥ രൂപം മാറി മനുഷ്യരൂപത്തിൽ വന്നത് ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ലേ? എന്തിനാ? സദസ്യർക്ക് ബോധ്യപ്പെടുത്താനാണ്. അപ്പൊ സദസ്സിലുള്ള മുജാഹിദിനെയും സുന്നികളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി മുസ്ലിയാരുടെ വേഷത്തിൽ ചെന്നാൽ നിങ്ങൾ തല്ലു. അതുകൊണ്ട് വേഷം മാറിപ്പോയ ചില മുസ്ലിംമാരുണ്ട് പോൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണോ മൗലവി അറബികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തലമറക്കുകയും ഇവിടെ വരുമ്പോൾ തലമറക്കാതിരിക്കുകയും ചെയ്തത്? ഏകീകരണമാണോ ഇത്? പിന്നെന്താണ് ഇയാൾ പറഞ്ഞറിയോ? നിങ്ങൾക്ക് ഞാനൊരു രസം കാണിച്ചു തരാം. അതറിയോ? ഇടമുട്ടത്തൊരു സംഭാവന ഇടയ്ക്ക് മുട്ടി. കാരണം നാട്ടിന്റെ പേരിൽ എങ്ങനെ ഇടമുട്ടം, അങ്ങനെ മുട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലാസ്റ്റ് കാണിക്കും. മൗലവി ചെയ്ത കള്ളത്തരവും എന്റെ മുട്ടിയ കോലമൊക്കെ ഞാൻ കാണിച്ചു തരും. ഇങ്ങനെ ഉസ്താദിന്റെ ആണ്ട് കഴിച്ചിട്ട് അതിനെതിരെ പ്രസംഗിക്കാൻ വന്ന മൗലവി അവിടുത്തെ കുതന്ത്രവും എന്നിട്ട് മൗലവി കുടുങ്ങിയതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരും. എന്നാൽ ആ മൗലവിക്കൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഒരു മൗലവി ജബ്ബാർ മൗലവി. ഈ മൗലവി ഇവിടെ വരുന്നതിന് മുമ്പ് കോട്ടക്കലി ആ ജബ്ബാർ മൗലവിന്റെ കൂടെ ഇരുന്നിട്ട് അവിടുന്ന് ചാർജ് ശരിയാക്കിയിട്ടാ വന്നതെന്നാണ് എന്റെ അറിവ്. എന്തല്ലേ നമ്മൾ ബാറ്റിയെല്ലാം കുത്തി വെക്കും പോലെ. അങ്ങനെ ആ ജബ്ബാർ മൗലവി അദ്ദേഹം സംവാദത്തിലങ്ങെത്തും. കുടുങ്ങിയപ്പോ നേരത്തെ ഇല്ലാത്ത ഒരു തലയെക്കെട്ട് മൂപ്പർക്ക്. കാരണം സംവാദത്തിന് ജനങ്ങളുടെ മുന്നിൽ വഷളായല്ലോ. ഉടനെ മൂപ്പർ ഒരു തലയെക്കെട്ട്, ഉടനെ ഒരു തലയെക്കെട്ട് കെട്ടിട്ട് ഇനി ശൂന്യാകലേ നിവൃത്തിയുള്ളൂ. അത് കണ്ടോ? ജബ്ബാർ മൗലവി തലയെ കെട്ടിയിട്ട് കെട്ടാണ്ടുണ്ട് അയാൾ തന്നെ. അതിന്റെ മുമ്പ് അതാ കെട്ടാനെ എനിക്ക് കെട്ടിയിട്ട് അതാ. അപ്പോ ആരാണ് സന്ദർഭത്തിനനുസരിച്ച് വേഷം മാറ്റൽ എന്നതാണ് ഇപ്പോൾ കാണിച്ചു തന്നത്. ഇനി മൂപ്പര് പറയാണ്, ഞാനൊരു ഹദീസ് ഓതിയിരുന്നു. تجدون شر الناس يوم القيامة ذا الوجهين الذي يؤتي هؤلاء بوجه ويؤتي هؤلاء بوجه. ഇരുമുഖക്കാരൻ ഏറ്റവും നാശം പിടിച്ചവനാണെന്ന് അറിയിക്കുന്ന ഒരു ഹദീസ്. അത് മൂപ്പര് വിശദീകരിച്ചിട്ട് പറയാണ്, ഞാൻ ആ ഹദീസ് വായിച്ച് അർത്ഥം പറഞ്ഞ് വിശദീകരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ എങ്ങനെ പറയാ, ഇവിടെ എങ്ങനെ പറയാ, അവിടെ എങ്ങനെ പോവാ, ഇവിടെ എങ്ങനെ പോവാ എന്നൊക്കെ ഞാൻ അതിന്റെ യഥാർത്ഥ ഉദ്ദേശം വിവരിച്ചിട്ടുണ്ട്. എന്നാൽ അതേ പറയാതെ അതിന്റെ അർത്ഥം ആശയത്തിൽ മാറ്റം വരുത്താനാണ്. നമ്മളങ്ങനെ ആശയത്തിൽ മാറ്റം വരുന്ന പരിപാടി ഞങ്ങൾക്ക് ഉണ്ടാവില്ല. അത് നിങ്ങളെ ശൈഖുന കാന്തപുരത്തിനാണുള്ളത്. എന്നാൽ മൗലവി നാദാപുരത്ത് വെച്ച് തന്നെ കഴിഞ്ഞ പ്രസംഗത്തിൽ
ഒരിക്കൽ പറഞ്ഞത് ഉടനെ അതിനെതിരായിട്ട് പറഞ്ഞതാണ് ഇനി നിങ്ങൾ കൽപ്പിക്കുന്നത്. എന്നിട്ട് ശൈഖുനാ കാന്തപുരത്തിന്റെ കാര്യം നമുക്ക് പറയാം.